ഓക്കെ മക്കളെ, ഇന്നലെ നമ്മൾ കിങ്ഡം ഫംഗൈ സ്റ്റാർട്ട് ചെയ്തു അല്ലെ? കിങ്ഡം ഫംഗൈയിൽ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഈസ്റ്റ്. ഈസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈസ്റ്റ് ആണ് ലോകത്തിലെ ഒരേ ഒരു യൂണിസെല്ലുലാർ ഫംഗസ്. ഒരേ ഒരു യൂണിസെല്ലുലാർ ഫംഗസ് ഏതാന്ന് എക്സാമിന് ചോദിക്കും. അത് നമ്മുടെ ഈസ്റ്റുകളാണ്. ഓക്കെ, വൈൻ ഇൻഡസ്ട്രിയിലും ബേക്കിംഗ് ഇൻഡസ്ട്രീസിലൊക്കെ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കാവോ? ഇന്റർനെറ്റ് പ്രശ്നമുണ്ടോ? ഹലോ മക്കളെ, ഇപ്പൊ okay. സൗണ്ട് കേൾക്കാനില്ല? ഇപ്പൊ okay. ഇപ്പൊ ഓക്കെ ആണോ? കേൾക്കാവോ? ഓക്കെ ഓക്കെ. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കാവോ നിങ്ങൾക്ക്? ഇവിടെ നല്ല മഴ പെയ്തപ്പോ, അപ്പൊ അതിന്റെ ശേഷം ഇന്റർനെറ്റ് ചെറുതായിട്ടൊന്ന് ഡൗൺ ആണ്. ഓക്കെ അല്ലേ? കേൾക്കാവോ? സന കേൾക്കാവോടാ? Okay, okay. ഓക്കെ ഓക്കെ. എന്തെങ്കിലും കണക്ഷൻ പ്രോബ്ലംസ് വരികയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോട്ടാ. ഓക്കെ. അപ്പോ ഈസ്റ്റ് ഈസ്റ്റിന്റെ ഷേപ്പ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. ഒവോയിഡ് ആണ്, ഒരു ഓവൽ ഷേപ്പ് ആണ്. പിന്നെ ഇവർക്ക് സെൽ വോൾ ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. മാത്രമല്ല സൈറ്റോപ്ലാസത്തിൽ ഒന്നിൽ കൂടുതൽ വാക്യൂൾസുകളുമുണ്ട്. വാക്യൂൾസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ സ്റ്റോറിങ് ഏരിയാസ് ആണ് വാക്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇപ്പൊ ആവശ്യമില്ലാത്ത സാധനങ്ങളെയും ഫുഡിനെയും വേസ്റ്റിനെയും ഒക്കെ സ്റ്റോർ ചെയ്യുന്ന ഓർഗനൽസുകൾക്കാണ് വാക്യൂൾസ് എന്ന് പറയുന്നത്. സൈറ്റോപ്ലാസം ഗ്രാന്യൂലാർ ആണ്, ഗ്രെന്യൂൾസുകൾ ഉണ്ട്. മാത്രമല്ല ഗ്ലൈക്കോജൻ ആൻഡ് ഫാറ്റ് ഗ്ലോബ്യൂൾസുകളും ഉണ്ട്. ഫാറ്റിനെയും ഗ്ലൈക്കജനൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഗ്ലോബ് ലൈക്ക് സ്ട്രക്ചേഴ്സും നമ്മുടെ ഈസ്റ്റുകളിലുണ്ട്. ഈസ്റ്റിന്റെ മോഡ് ഓഫ് ന്യൂട്രീഷൻ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. സാപ്ട്രോഫൈറ്റിക് ആണ്. സാപ്ട്രോഫൈറ്റിക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഡ് ആൻഡ് ഡീക്കേഡ് ഓർഗാനിസത്തിനെയാണ് ഫുഡാക്കുക. പിന്നെ ഈസ്റ്റ് റെസ്പയർ ചെയ്യുന്നത് അനേറോബിക്കലി ആണ്. അനേറോബിക് റെസ്പിറേഷൻ നടത്താൻ പറ്റും. ഓക്സിജൻ ഇല്ലാണ്ട് തന്നെ അവർക്ക് ജീവിക്കാൻ പറ്റും. എന്നിട്ട് ഗ്ലൂക്കോസിനെ ഈഥൈൽ ആൽക്കഹോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഇനി പിന്നെ നമ്മൾ അതിന്റെ റീപ്രൊഡക്ഷൻ ആണ് പഠിച്ചത്. ഈസ്റ്റ് പൊതുവെ കാണിക്കുന്നത് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്. ഒരൊറ്റ പാരന്റിന്റെ ഇൻവോൾവ്മെന്റ് മാത്രമേ ഈസ്റ്റിൽ നടക്കുന്നുള്ളൂ അല്ലെ? ഇവിടെ നോക്കിയേ, ഈ ഈസ്റ്റിൽ മെയില് ഫീമെയില് എന്നൊന്നുമില്ല. ഒരു ഈസ്റ്റിന്റെ ഒരു ഈസ്റ്റ് ആ ഈസ്റ്റ് മെച്ചുവേർഡ് ആയിട്ട് ഒരു ബൾജ് ഫോം ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് പുതിയൊരു ബഡ് ഫോം ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് കുറെ ഡോട്ടേഴ്സുകൾ ഉണ്ടാവും. അങ്ങനെ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ വിളിക്കുന്ന പേരാണ് ബഡ്ഡിങ്. ബഡ്ഡുകളായിട്ട് ഫോം ചെയ്തിട്ട് ഒരു കുഞ്ഞി ഈസ്റ്റുകൾ ഉണ്ടാകും. പിന്നെ ആ ഓരോ ഈസ്റ്റുകളും വലിയ ഈസ്റ്റുകളായിട്ട് മാറും. ദിസ് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ഈസ് കോൾഡ് ബഡ്ഡിങ്. അപ്പൊ ഈസ്റ്റിൽ കാണിക്കുന്ന റീപ്രൊഡക്ഷൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്. അസെക്ഷുവലിൽ ഏതെന്ന് ചോദിച്ചാൽ ബഡ്ഡിങ് എന്ന് പറയാം. ബഡ്ഡിങ്. ഓക്കെ ആണോ മക്കളെ? ഓക്കെ ആണോ? ഇതുവരെ പറഞ്ഞത് കേട്ടോ നിങ്ങള്? ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. നെക്സ്റ്റ്, ഇപ്പൊ Yes. നമ്മൾ ഒരേ ഒരു ക്ലാസ്സേ കേട്ടിട്ടുള്ളൂ, ഈസ്റ്റ് എന്നുള്ള ക്ലാസിഫിക്കേഷൻ. ഇനി നമ്മൾ മറ്റൊരു ക്ലാസ്സിലോട്ട് പോവുകയാണ്. അതിന്റെ പേരാണ് മിക്സോമൈസീഡ്സ്. നമുക്ക് ഫംഗസിന് ഏകദേശം 6ഓളം ക്ലാസ്സുകളുണ്ട്, ഡിവിഷൻസുകളുണ്ട്. നമ്മൾ 6ഒന്നും പഠിക്കണ്ട, നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2-3 പഠിച്ചാൽ മതി. ഒന്ന് നമ്മൾ ഈസ്റ്റ് പഠിച്ചു. ഈസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാമത്തെ കാറ്റഗറിയാണ് മിക്സോമൈസീഡ്സ് എന്ന് പറയും. ഈ നമ്മുടെ ഈ കുട്ടികളൊക്കെ സ്ലൈം വെച്ച് കളിക്കൂലേ, ഇങ്ങനെ ഭയങ്കര ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സാധനം, ക്ലേ പോലത്തെ ഒരു സാധനം വെച്ച് കളിക്കൂലേ? കണ്ടിട്ടുണ്ടോ സന? ആ Yes. ആ സ്ലൈം പോലെ ഇരിക്കും നമ്മുടെ മിക്സോമൈസീഡ്സിനെ കാണാൻ. കണ്ടാ, ഇതാണ് സംഭവം. നമ്മുടെ മരത്തിന്റെ മുകളിലൊക്കെ ഈ നനഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ സ്ലൈം പോലത്തെ കുറെ സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യും. ഈ ജീവികൾക്ക്, ഈ ഫംഗസുകൾക്ക് വിളിക്കുന്ന പേരാണ് സ്ലൈമോൾസ്. ഓക്കെ, ഇത് മിക്സോമൈസീഡ്സ് കാറ്റഗറിയിൽ വരുന്ന ആളുകളാണ്. ഇവരുടെ കണ്ടീഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അവരുടെ സെല്ലാണ്. സ്ലൈം മോൾഡുകളുടെ സെല്ലാണ്. ഇവരുടെ സെല്ല് നോക്കിക്കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസ് ഉണ്ട്. കണ്ട, 1 2 3 4 5 6 7. ഒരു സെല്ലിന് തന്നെ ഒരുപാട് ന്യൂക്ലിയസുകൾ ഉണ്ട്. ഒരു സെല്ലിൽ തന്നെ ഒരുപാട് ന്യൂക്ലിയസുകൾ ഉണ്ടെങ്കിൽ നമുക്കതിനെ മൾട്ടി ന്യൂക്ലിയേറ്റ് എന്ന് പറയാം. മൾട്ടി ന്യൂക്ലിയേറ്റ്. ഓക്കെ, ഇത് ഇവരുടെ പ്രോട്ടോപ്ലാസ് ആണ്. പ്രോട്ടോപ്ലാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇത് സെൽ മെംബ്രെയിൻ അല്ലേ?
ഈ സെൽ മെംബ്രെയിന്റെ അകത്തുള്ള ഭാഗത്തിനെയാണ് പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. ഇതിന്റെ അകത്ത് നിറയെ ന്യൂക്ലിയസ് ആണ്. അത് കാരണം കൊണ്ട് സ്ലൈം മോൾഡുകൾക്ക് മൾട്ടി ന്യൂക്ലിയേറ്റ് കണ്ടീഷൻ ആണെന്ന് പറയാം. ഓക്കെ. പിന്നെ ന്യൂക്ലിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ന്യൂക്ലിയസും ന്യൂക്ലിയായിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? ന്യൂക്ലിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലൂരൽ ആണ്. ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ന്യൂക്ലിയായി എന്ന് പറയാം. ഓക്കെ. ഇപ്പൊ ഒറ്റൊരു ന്യൂക്ലിയസ് ആണെങ്കിൽ നമ്മൾ ന്യൂക്ലിയസ് എന്ന് പറയും, സിംഗുലർ ആണ്. ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ന്യൂക്ലിയായി എന്ന് പറയും, ന്യൂക്ലിയായി. ഓക്കെ. ഈ ന്യൂക്ലിയായി ഡിപ്ലോയിഡ് ആണ്. ഡിപ്ലോയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് ഹാപ്ലോയിഡും ഡിപ്ലോയിഡും തമ്മിലുള്ള വ്യത്യാസം അറിയോ? ഹാപ്ലോയിഡും ഡിപ്ലോയിഡും. ആ, എന്താ മോനെ, എന്തറിയാന് ഹാപ്ലോയിഡ് എന്ന് പറഞ്ഞാല്? ഹാപ്ലോയിഡ് എന്താണ്? മറ്റേ ഡിപ്ലോയിഡ് ടു സ്ട്രക്ചർ ആണ്. ഡിപ്ലോയിഡ് എന്താണ്? ഡിപ്ലോയിഡ് 2n സ്ട്രക്ചർ ആണ്. ആ, ക്രോമസോംസുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ക്രോമസോംസുകള്. ആ, ഈ ക്രോമസോംസുകൾ പെയർ ആയിട്ടിരിക്കുന്ന അവസ്ഥക്കാണ് ഡിപ്ലോയിഡ് എന്ന് പറയുന്നത്. ഇപ്പൊ മനുഷ്യന്റെ ഓരോ സെല്ലുകളിലും 46 ക്രോമസോംസ് ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം 23 പെയർ ആണെന്ന് പറയാം. 23 പെയർ ആണെന്ന് പറയാം. ഈ 23 പെയർ ആയിട്ടിരിക്കുന്ന അവസ്ഥക്കാണ് ഡിപ്ലോയിഡ് എന്ന് പറയുന്നത്. ക്രോമസോംസുകൾ പെയർ ആയിട്ടിരിക്കുന്ന അവസ്ഥക്കാണ് ഡിപ്ലോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ. മറിച്ച് പെയർ അല്ല, ഒറ്റക്കൊറ്റക്കാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ ഹാപ്ലോയിഡ് എന്നാ പറയാ. ഓക്കെ, ഹാപ്ലോയിഡ് എന്നാ പറയാ. ഓക്കെ. അപ്പൊ മക്കള് മനസ്സിലാക്കുക, ഇവരുടെ ഉള്ളില് ന്യൂക്ലിയസിന്റെ അകത്തുള്ള ക്രോമസോംസുകൾ ഡിപ്ലോയിഡ് ആണ്. അവരുടെ ക്രോമസോംസ് പെയർ ആയിട്ടാണ് ഇരിക്കുന്നത്. മീൻസ് ആദ്യത്തെ ക്രോമസോം പെയർ, രണ്ടാമത്തെ ക്രോമസോം പെയറുകളായിട്ടാണ് ഇരിക്കുന്നത്. അതിനെയാണ് നമ്മൾ ഡിപ്ലോയിഡ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി അങ്ങനെയാണെങ്കിൽ ഇതാണ് സ്ലൈം മോൾഡ്. ഇനി അടുത്ത കാറ്റഗറി ഓഫ് ആളുകളാണ് ബെസിഡിയോമൈസീറ്റ്സ്. ബെസിഡിയോമൈസീറ്റ്സ്. ഈ ബെസിഡിയോമൈസീറ്റ്സിൽ വരുന്ന ആളുകളാണ് നമ്മുടെ കൂണുകൾ. നമ്മൾ കൂൺ കൃഷിയൊക്കെ ചെയ്യാറുണ്ട് അല്ലെ? ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ പറമ്പിൽക്കൊന്നുണ്ട് ഇറങ്ങിയാൽ മതി, ഇഷ്ടം പോലെ കൂണുകളെ കാണാൻ പറ്റും നമുക്ക്. നിങ്ങൾ വിചാരിക്കരുത് എല്ലാ കൂണുകളും എഡിബിൾ ആണെന്ന്, മീൻസ് കഴിക്കാൻ പറ്റുമെന്ന് വിചാരിക്കരുത്. ചില വിഷക്കൂണുകളുണ്ട്. ഓക്കെ. അപ്പോ എല്ലാ മഷ്റൂംസും നല്ലതല്ല. അപ്പൊ എഡിബിൾ ആയിട്ടുള്ള മഷ്റൂംസ് വേറെ ഉണ്ട്. അപ്പൊ ഈ മഷ്റൂംസിന്റെ ഡിവിഷൻസിനെയാണ് ബെസിഡിയോമൈസീറ്റ്സ് എന്ന് പറയുന്നത്. ബെസിഡിയോമൈസീറ്റ്സ്. ഓക്കെ. ഇതിൽ കൂടുതലായിട്ടുള്ളത് മഷ്റൂമുകളും ടോഡ് സ്റ്റൂൾസ്. ഇതൊരു കൈൻഡ് ഓഫ് മഷ്റൂം ആണ് ടോഡ് സ്റ്റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. കാണാൻ നല്ല ഭംഗിയാ. ഒരു റെഡ് കളർ തുപ്പി പോലെ അതിൻ്റെ മുകളിൽ കുറെ പുള്ളികൾ ഉണ്ടാകും. ഇതിനെ ക്യാപ്പ് എന്ന് പറയും, ക്യാപ്പ്. പിന്നെ ഈ വടി പോലത്തെ ഒരു സാധനം ഇല്ലേ, ഇതിന് സ്റ്റോക്ക് എന്നാ പറയാ. സ്റ്റോക്ക് ക്യാപ്പ്. കാണിച്ചു തരാം. ഇതാണ് സ്റ്റോക്ക്, ഇതാണ് ക്യാപ്പ്. ഓക്കെ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, മഷ്റൂംസുകളും ടോഡ് സ്റ്റൂൾസും വരുന്ന കാറ്റഗറിയാണ് ബെസിഡിയോമൈസീറ്റ്സ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വെജിറ്റേറ്റീവ് പാർട്ട്, മീൻസ് ഈ ഭാഗത്ത് നിന്നാണ് നമ്മുടെ പുതിയൊരു ടോഡ് സ്റ്റൂളോ അല്ലെങ്കിൽ മഷ്റൂമോ ഉണ്ടാകുന്നത്. ഈ വെജിറ്റേറ്റീവ് പാർട്ട്, ഇതിനെ നമ്മൾ എന്താ പറയുക, വിളിക്കുക സബ്സ്ട്രാറ്റം എന്ന് പറയും. സബ്സ്ട്രാറ്റം കണ്ട, സബ്സ്ട്രാറ്റം എന്ന് പറയും. ഇപ്പോ ഇത് ഓൾറെഡി മണ്ണിൽ കിടക്കുന്നുണ്ടാവും നോർമലി. പിന്നെ പെട്ടെന്നൊരു മഴ, അതിനൊരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ, നനഞ്ഞ സമയം, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഭക്ഷണ സാധനങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാല് അതെന്തായി, ഫേവറബിൾ കണ്ടീഷനിൽ ഈ സ്റ്റോക്കും തൊപ്പിയൊക്കെ ആയിട്ട് മാറും. അപ്പൊ അതിന്റെ വിത്തുകൾ, ഫോർ എക്സാമ്പിൾ ഈ സബ്സ്ട്രാറ്റങ്ങൾ ഓൾറെഡി മണ്ണിൽ കിടക്കുന്നുണ്ടാവും. പിന്നെ മഴ പെയ്യുന്ന സമയത്ത് ഈ സബ്സ്ട്രാറ്റങ്ങൾ എന്ത് ചെയ്യും, വളർന്ന് ഒരു വലിയ സ്റ്റോക്കും ക്യാപ്പും ഒക്കെ ഉണ്ടാക്കിയിട്ട് വലിയൊരു ടോഡ് സ്റ്റൂൾ ആയിട്ട് മാറും. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ആലോചിക്കില്ല, ഇന്ന് ഇടി മഴ കണ്ട് വെട്ടി, നാളെ പോയി നോക്കുമ്പോൾ കാണാൻ മുറ്റത്ത് കുറേ മഷ്റൂമുകൾ. അപ്പോൾ അത് ഒറ്റയടിക്ക് ഉണ്ടായതല്ല, ഭൂമിന്റെ അടിയിൽ അല്ലെങ്കിൽ മണ്ണിൽ ഇവരുടെ സബ്സ്ട്രാറ്റങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ ആ ഫേവറബിൾ കണ്ടീഷൻസ് ഒക്കെ വരുമ്പോൾ അവരെന്ത് ചെയ്യും, ഒരു സ്റ്റോക്കും ക്യാപ്പും അങ്ങോട്ട് ഉണ്ടാക്കി വളരുന്നതാണ്. ഓക്കെ. ഇനി മനസ്സിലായോ മക്കളെ? മനസ്സിലായോ റിയാനെ? ഓക്കെ, വെരി ഗുഡ്. ഇനി അടുത്ത കാറ്റഗറിയാണ് ലൈക്കൻസ്. ഇന്നലെ റിയാന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലൈക്കൻസും ഫംഗസിന്റെ ഒരു ഡിവിഷൻ ആണോ എന്ന്. അതെ,
ഫംഗസിന്റെ ഒരു ഡിവിഷനാണ് ലൈക്കൻസ്. കണ്ട, നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ സ്ട്രക്ചേഴ്സ് മരത്തിന്റെ മുകളില്, മതിലിന്റെ മുകളിലൊക്കെ ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ആ, ഓക്കെ. മക്കളെ, ഈ സാധനം കണ്ടു കഴിഞ്ഞാൽ, ഇതാണ് ലൈക്കൻ എന്ന് പറയുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരൊറ്റ സാധനമാണെന്ന് തോന്നും അല്ലേ? മീൻസ് ഒരു ടൈപ്പ് ഓഫ് ജീവിയാണെന്ന് തോന്നും. ജീവിയല്ല, ഒരു ജീവജാലാണെന്ന് തോന്നും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ലൈക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ സാധനമല്ല. ഇതിൽ ഫംഗസുകളുമുണ്ട്, ആൽഗകളുമുണ്ട്. ഇപ്പൊ ലൈക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഗകളും പായലുകളുടെയും അതേപോലെ പൂപ്പലുകൾ, പായലും പൂപ്പലും, അതെ, പായലും പൂപ്പലും ചേർന്നൊരു സാധനമാണ് ലൈക്കൻസ്. ഇപ്പൊ വാർപ്പ് വീടിന്റെ മുകളിലൊക്കെ ഇഷ്ടം പോലെ ഇത് വരും, ലൈക്കൻസുകൾ വരാറുണ്ട്. മതിലിന്റെ മുകളിൽ നമ്മൾക്ക് ഇത് കാണാൻ പറ്റും. അപ്പൊ ലൈക്കൻസ് എപ്പോഴാ വളരുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പോ ഒരു പ്രദേശത്ത് ഒരുപാട് ലൈക്കൻസുകൾ ഉണ്ട്, മതിലിന്റെ മുകളിലും വാർപ്പിന്റെ മുകളിലും ലൈക്കൻസുകളൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ചോ. അപ്പൊ അത് എന്തിനെ അറിയോ സൂചിപ്പിക്കുന്നത്? ലൈക്കൻസുകൾ ഉള്ള പ്രദേശം എന്തിനെ അറിയോ സൂചിപ്പിക്കുന്നത്? റിയാനെ, പഠിച്ചിട്ടുണ്ടോ? നീ നീറ്റ് ക്ലാസ്സിൽ പഠിച്ചോ? പൊല്യൂഷൻ ഉണ്ടാവില്ല. യെസ്, വെരി ഗുഡ്. ലൈക്കൻസ് ഉണ്ടെങ്കിൽ അതിനർത്ഥം എന്താണെന്നറിയോ? ആ പ്രദേശത്ത് പൊല്യൂഷൻ കുറവാണ്. ഇപ്പൊ നമ്മുടെ വീടിന്റെ മുകളിലൊക്കെ, ഇപ്പൊ നമ്മുടെ വീടൊക്കെ വില്ലേജ് ഏരിയാസുകളാണെങ്കിൽ, സിറ്റി ഒക്കെ ആയ സ്ഥലങ്ങളില്, ഈ പട്ടണങ്ങളിലൊക്കെ ഈ ലൈക്കൻസുകളെ കാണാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ പൊല്യൂഷൻ, മലിനീകരണം നടക്കുന്ന സ്ഥലത്ത്, എയർ പൊല്യൂഷൻ ഒക്കെ ഉള്ള സ്ഥലത്ത് ഒരിക്കലും ലൈക്കൻസുകൾക്ക് വളരാൻ പറ്റില്ല. അവർക്ക് പൊല്യൂഷൻ ഫ്രീ എൻവയോൺമെന്റ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ മക്കള് മനസ്സിലാക്കുക, ലൈക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഫംഗസ് ആൻഡ് ആൽഗെ. ആൽഗയും ഫംഗസും കൂടി ചേർന്നിട്ടുള്ള ഒരു അസോസിയേഷനെയാണ് ലൈക്കൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഫംഗസ് എന്താ ചെയ്യുന്നത്, ആൽഗെ എന്താ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഈ പായൽ എന്താ അറിയോ ചെയ്യാ? പായല് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആർക്ക് കൊടുക്കും? പൂപ്പലിന് കൊടുക്കും. പായല് ഫോട്ടോസിന്തറ്റിക് ആണല്ലോ. ആൽഗകൾ ഫോട്ടോസിന്തറ്റിക് ആണ്, അവർക്ക് ക്ലോറോഫിൽ ഉണ്ട്, അവര് ഓട്ടോട്രോഫ്സുകളാണെന്ന് നമ്മൾ പഠിച്ചു. അവര് ഭക്ഷണത്തെ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മുടെ പൂപ്പലിന് കൊടുക്കും. പൂപ്പല് നല്ല പൂപ്പൽ ഈ ഫുഡൊക്കെ എടുത്തിട്ട് നല്ല കൊഴുത്ത് വളരും. എന്നിട്ട് അപ്പോ തിരിച്ച് പൂപ്പൽ എന്താ അറിയും പായലിന് സമ്മാനമായിട്ട് കൊടുക്കുന്നത്? അവർക്ക് താമസിക്കാൻ ഒരു സ്ഥലം കൊടുക്കും. ഓക്കെ, താമസിക്കാൻ ഒരു സ്ഥലം കൊടുക്കും. അപ്പൊ പൂപ്പല് അവരുടെ ശരീരത്തിൽ പായലുകളെ വളർത്തും ചെയ്യും. പായലുകൾ എന്താ ചെയ്യുന്നത്? അവര് ഫുഡ് ഉണ്ടാക്കിയിട്ട് പൂപ്പലിന് കൊടുക്കും. Algae will prepare food to the fungus. At the same time, fungus will give protection and shelter to the algae. മനസ്സിലായോ? രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു അസോസിയേഷൻ ആണ് നടത്തുന്നത്. മിസ് പറയണ കേൾക്കാവോ മക്കളെ നിങ്ങൾക്ക്? അപ്പോ ദിസ് ഈസ് കോൾഡ് ലൈക്കൻസ്. മനസ്സിലായോ? ഇതിന് നമ്മൾ സിംബയോട്ടിക് അസോസിയേഷൻ എന്ന് പറയും. സിംബയോട്ടിക്. നിങ്ങൾ മനസ്സിലാക്കുക, സിംബയോട്ടിക് എന്നുള്ള വാക്കിന്റെ അർത്ഥം മ്യൂച്വൽ എന്നാണ്. മ്യൂച്വൽ, രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഉപകാരം കിട്ടുന്ന രീതിയിലുള്ള ഒരു പ്രോസസ്സിനെയാണ് സിംബയോട്ടിക് എന്ന് പറയുന്നത്. ഒരാൾ ഒരു ഹെൽപ്പ് കൊടുക്കുമ്പോൾ മറ്റൊരാളെ ഒരു ഹെൽപ്പ് ഇങ്ങോട്ട് ചെയ്യും. സെന കെമിസ്ട്രി പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ റിയാൻ തിരിച്ച് ബയോളജി പഠിപ്പിച്ചു കൊടുക്കും. മനസ്സിലായില്ലേ? രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഹെൽപ്പ് ചെയ്യുന്നതിനെയാണ് സിംബയോട്ടിക് എന്ന് പറയുന്നത്. ലൈക്കൻസ് സിംബയോട്ടിക് അസോസിയേഷൻ നടത്തുന്ന ഒരു കോമ്പിനേഷൻ ആണ്. ആരുടെ കോമ്പിനേഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫംഗസിന്റെയും ആൽഗയുടെയും. ക്ലിയർ ആയോ? യെസ്, വെരി ഗുഡ്. ഇനി അങ്ങനെയാണെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. സന അവിടെ ഇല്ലേ? സന പോയാ? സന ശബ്ദം കേൾക്കാനില്ലല്ലോ. റിൻഷിത ജോയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ? റിൻഷിത, ഹലോ, കേൾക്കാവോ മോളെ? കേൾക്കാണ്ട്. ക്ലാസ് ഒക്കെ കേൾക്കണ്ടാ? കേൾക്കാറുണ്ട്. പഠിക്കട്ടാ. ഓക്കെ, അപ്പൊ നമ്മുടെ ഫംഗസ് ഏകദേശം ഓൾമോസ്റ്റ് കഴിയാറായി. കുറച്ച് കാര്യങ്ങളും കൂടി പറയാം. ഓക്കെ, അതിനു മുൻപ് ഇതുവരെ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് എക്സാംസിന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, 1 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോണത്. നെയിം ദ സ്ലെൻഡർ ഫിലമെന്റ്സ് ദാറ്റ് ഫോം ദ ബോഡി ഓഫ് ഫംഗസ്.
ഫംഗസിന്റെ ബോഡിക്ക് എന്ത് പേരാ പറയാ? മിസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് തിൻ ഫിലമെന്റ്സുകൾ ഉണ്ട്, അതിന്റെ പേര് ഹൈഫേ എന്നാണ്. ഹൈഫേകൾ കൂടി ചേർന്നിട്ട് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കും, അതിന് പറയുന്ന പേരെന്താ? മൈസീലിയം. മൈസീലിയം. ഓക്കെ, മൈസീലിയം എന്നാണ്. ഹൈഫേകൾ കൂടി ചേർന്നിട്ട് മൈസീലിയം ഉണ്ടാക്കും. ഓക്കെ, ഇനി അടുത്തത്, വിച്ച് ആർ ദ ടൈപ്സ് ഓഫ് റീപ്രൊഡക്ഷൻ ഫൗണ്ട് ഇൻ ഫംഗൈ? ഫംഗസുകളിൽ കാണപ്പെടുന്ന റീപ്രൊഡക്ഷനുകൾ ഏതൊക്കെയാ? സെക്ഷൽ കാണോ? സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ടോ? ഉണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട് കേട്ടോ അവർക്ക്. സെക്ഷൽ ഉണ്ട്, അസെക്ഷൽ ഉണ്ട്. രണ്ട് രീതിയിലുള്ള റീപ്രൊഡക്ഷൻ ഫംഗസുകളിൽ കാണും. സെക്ഷൽ റീപ്രൊഡക്ഷനും കാണും, അസെക്ഷൽ റീപ്രൊഡക്ഷനും കാണും. ഇനി അടുത്തത്, ഡ്രോ 2 സ്മോൾ ഫിഗേഴ്സ് ടു ഷോ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഈസ്റ്റ്. ഈസ്റ്റുകളിൽ കാണപ്പെടുന്ന അസെക്ഷൽ റീപ്രൊഡക്ഷന്റെ രണ്ട് സ്മോൾ ഫിഗേഴ്സ് വരക്കാൻ. അപ്പോ നമ്മുടെ നേരത്തെ മിസ് ഒന്ന്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത്ര വലിയ പിക്ചേഴ്സ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ നിങ്ങൾ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ഈ 2 മാർക്കിന്റെ ചോദ്യമായിരിക്കും, ഇത് വരച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഈസ്റ്റിൽ കാണപ്പെടുന്ന റീപ്രൊഡക്ഷന്റെ പേരെന്താ? അസെക്ഷൽ ബഡ്ഡിങ്. കണ്ട, ബഡ് ഫോം ചെയ്യുന്നു, ബഡ്ഡിങ്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. ഈസ്റ്റ് ഒക്കെ ചോദിച്ചാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ഇനി, വാട്ട് ആർ ദ 4 kinds ഓഫ് ഫംഗൈ? 4 ഗ്രൂപ്പ് ഓഫ് ഫംഗസിന്റെ പേര് പറയാൻ പറ്റുമോ? Myxomycetes, Basidiomycetes, Ascomycetes, Deuteromycetes. വെരി ഗുഡ്, വെരി ഗുഡ്. അമ്മ പിടിച്ചേ, സോറി. ഈസ്റ്റ്, സ്ലൈം മോൾഡ്, മഷ്റൂംസ് ആൻഡ് മുന്ന് പറഞ്ഞ പോലെ അങ്ങനെ എഴുതാട്ടാ, സയന്റിഫിക് നെയിംസുകൾ എഴുതാം. അല്ലെങ്കിൽ ബസിഡിയോമൈസിറ്റ്സിന് പകരം നിങ്ങൾക്ക് പേര് കിട്ടുന്നില്ല, ബസിഡിയോമൈസിറ്റ്സ്. എന്താ മോനെ? എഴുതാൻ പറ്റുമോ? മറ്റേ ആസ്കോമൈസിസ്, ഫൈക്കോമൈസിസ് അങ്ങനെ എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റും, എന്തായാലും എഴുതാൻ പറ്റും. ഈ NIOS അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചോദിക്കില്ല. എന്താ പറയാ, ഇപ്പൊ നിങ്ങൾക്ക് ബസിഡിയോമൈസിറ്റ്സ് എന്നുള്ള പേര് കിട്ടുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് മഷ്റൂം എന്ന് കിട്ടുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് ഇത് കൊടുക്കാം ട്ടാ. ഓക്കെ, അങ്ങനെ ചെയ്യാം. മോനിക്ക് വേണമെങ്കിൽ ബസിഡിയോമൈസിറ്റ്സ് കൊടുക്കാം, അല്ലെങ്കിൽ ആസ്കോമൈസിറ്റ്സ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ മിക്സോമൈസിറ്റ്സ്, അങ്ങനെ പേര് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് പേരുകൾ കിട്ടുന്നില്ല, ഏതെങ്കിലും ഒരു 4 ഫംഗസിന്റെ പേര് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും പേര് കൊടുക്കാം, പെട്ടെന്ന് കിട്ടുന്നത്. ഈസ്റ്റ്, സ്ലൈം മോൾഡ്, മഷ്റൂംസ് ആൻഡ് ടോഡ്സ്റ്റൂൾസ്, ലൈക്കൻസ്. ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് എളുപ്പമായിക്കോട്ടെ വെച്ചിട്ട് ഈ പേരുകൾ ഇട്ടതാ. 2 എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ ആണോ? റിൻഷിത പോയി, റിൻഷിത വരും പോവും. ഓക്കെ, വന്നു. ഇനി അപ്പോ മക്കളെ, ഇനി ഫംഗസിന്റെ കുറച്ച് നല്ല കാര്യങ്ങളുണ്ട്, കുറച്ച് പ്രശ്നക്കാരനായിട്ടുള്ള ഫംഗസുകളുണ്ട്, അതിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോണത്. ഹാംഫുൾ ഫംഗസ്. ഈ വീട്ടില്ലേ ഗോതമ്പ്, ഈ ഗോതമ്പ് ചെടികളിൽ വരുന്ന ഒരു രോഗമുണ്ട്. നിങ്ങൾ കണ്ട ഈ പിക്ചറിൽ കണ്ട ഒരു ബ്രൗൺ കളർ, ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണിത്. വീറ്റുകളിൽ വരുന്ന, ഗോതമ്പ് ചെടികളിൽ വരുന്ന ഒരു ഇൻഫെക്ഷൻ ആണ്. ഈ ഫംഗൽ ഇൻഫെക്ഷന്റെ പേരാണ് വീറ്റ് റസ്റ്റ്. വീറ്റ് റസ്റ്റ് എന്ന് പറയും. ഓക്കെ, അല്ലെങ്കിൽ റസ്റ്റ് വീറ്റ് എന്നൊക്കെ പറയും. വീറ്റ് റസ്റ്റ്. വീറ്റ് റസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഫംഗസിന്റെ പേരാണ് പക്സീനിയ ഗ്രാമിനിസ്. പക്സീനിയ ഗ്രാമിനിസ്. ഓക്കെ, ഇപ്പൊ എക്സാമിന് ചോദിക്കാറുണ്ട്, വീറ്റ് റസ്റ്റ് ഉണ്ടാക്കുന്ന ഫംഗസിന്റെ പേരെന്താണ്? പക്സീനിയ ഗ്രാമിനിസ്. പക്സീനിയ ഗ്രാമിനിസ് 1 മാർക്കിന് ചോദിക്കാറുണ്ട്. ഓക്കെ, ചിലപ്പോൾ ഓപ്ഷൻസും തരും, അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, എന്തായാലും ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ, നമ്മുടെ NIOS എക്സാംസിന് ഓപ്ഷൻസ് ഉണ്ടാവും. ഇൻ കേസ് നിങ്ങൾക്ക് ആ പേര് കിട്ടിയിട്ടില്ലെങ്കിലും നമ്മൾക്ക് ആ ഓപ്ഷൻസ് കാണുമ്പോൾ ഓർക്കാൻ പറ്റും, ക്ലാസ് കേട്ടവർക്ക് ഓർക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തതാണ് ബ്രെഡ് മോൾഡ്. ബ്രെഡ് മോൾഡ് നിങ്ങൾ കണ്ട ഇത്, ഈ ബ്രെഡിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഫംഗസ് ആണ് ബ്രെഡ് മോൾഡ് എന്ന് പറയും. ബ്രെഡ് മോൾഡ് അല്ലെങ്കിൽ റൈസോപ്പസ് എന്ന് പറയും. റൈസോപ്പസ്
കണ്ട റൈസോബസിന് സൂം ചെയ്ത ഫിഗർ ആണ് ഇത് കൊടുത്തിട്ടുള്ളത്. കുറെ ഹൈഫകൾ നിങ്ങൾ കണ്ട, ഓരോ ഹൈഫേ 1 2 3 4 5 കുറെ ഹൈഫകൾ ഉണ്ട്. ഈ ഹൈഫകൾ മുഴുവൻ കൂടിച്ചേരുമ്പോൾ എന്തുണ്ടാകും? മൈസീലിയം ഉണ്ടാകും. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ബ്രെഡ് മോൾഡിന്റെ മറ്റൊരു പേരാണ് റൈസോപ്പസ്. സയന്റിഫിക് നെയിം ആണ് റൈസോപ്പസ്, കോമൺ നെയിം ആണ് ബ്രെഡ് മോൾഡ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അപ്പൊ ഇത് രണ്ടും ഒരു ഹാംഫുൾ ഫംഗസ് ആണ്. അപ്പൊ ഈ ബ്രെഡ് മോൾഡ് ഉള്ള ഈ ബ്രെഡ് ഒക്കെ നമ്മൾ കഴിച്ചാല് നമുക്ക് വയറുവേദന ഒക്കെ വരും, ഫുഡ് ഇൻഫെക്ഷൻ ഒക്കെ വരും. ഓക്കെ, അപ്പൊ ഇതൊരു ഹാംഫുൾ ഫംഗൈ. ഇനി ബെനഫിഷ്യൽ ഫംഗൈ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈനംദിന ദിവസങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന, കിച്ചൺ പ്രൊഡക്ട്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന കുറെ ബെനഫിഷ്യൽ ഫംഗസുകൾ ഉണ്ട്. മെയിൻ ആളാണ് നമ്മുടെ മഷ്റൂംസ്. കണ്ട, ഈ മഷ്റൂംസ് കുറച്ച് വ്യത്യസ്തമായ മഷ്റൂംസുകളാണ്. ഈ മഷ്റൂംസ് ആണ് നമ്മൾ കഴിക്കുന്നത്, എഡിബിൾ ആയിട്ടുള്ള മഷ്റൂംസ്. ഓക്കെ, അപ്പോ ഈ എഡിബിൾ ആയിട്ടുള്ള ഈ മഷ്റൂംസിന്റെ പേരാണ് അഗാരിക്കസ്. ഓക്കെ, അഗാരിക്കസ് ഇതൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്, അഗാരിക്കസ്. ഇവര് എഡിബിൾ ആണ് കേട്ടോ. ഇനി അങ്ങനെയാണെങ്കിൽ മറ്റൊന്ന് നമ്മൾ പഠിച്ചു, ഈസ്റ്റ് പഠിച്ചു അല്ലെ? ഈസ്റ്റ് ഒരു ബെനഫിഷ്യൽ ഫംഗൈ ആണ്. ഈസ്റ്റ് നമ്മൾ എന്തിനൊക്കെ യൂസ് ചെയ്യും? നമ്മൾ ബ്രെഡും ബിയറും ചീസും വൈനും ഈവൻ സോസുകൾ അടക്കം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈസ്റ്റിനെ യൂസ് ചെയ്യാറുണ്ട്. എസ്പെഷ്യലി സോയാ സോസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈസ്റ്റിനെ യൂസ് ചെയ്യാറുണ്ട്. ഇതാണ് ഈസ്റ്റ് പൊടി കേട്ടാ, ഈസ്റ്റ് പൊടി. ഇപ്പൊ ഈസ്റ്റ് പൊടി വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റ് അങ്ങോട്ട് പെറ്റ് പെരുകും. ഓക്കെ, അപ്പോ ബെനഫിഷ്യൽ ഫംഗൈ രണ്ട് എക്സാമ്പിൾ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആരെ പറയാം? നമ്മുടെ ഈസ്റ്റിനെ പറയാം, പിന്നെ മഷ്റൂംസ് പറയാം. ഓക്കെ, ബെനഫിഷ്യൽ ഫംഗൈ മഷ്റൂംസിൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഗാരിക്കസ് ആണ്. അഗാരിക്കസ്. ഈസ്റ്റിന് ഫെർമെന്റേഷൻ ചെയ്യാൻ പറ്റും. ഫെർമെന്റേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ആൽക്കഹോളിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഈസ്റ്റിനെ ഈ ബ്രെഡിന്റെ മാനുഫാക്ചറിങ്ങിനും ബിയറിന്റെയും സോയാ സോസിന്റെ മാനുഫാക്ചറിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ ഗായ്സ്? ഓക്കെ, ഇനി ചെറിയൊരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഫംഗസ് സ്റ്റോപ്പ് ചെയ്യാം. ഫംഗസ്, എന്നിട്ട് നമുക്ക് ഫംഗസിന്റെ ഒരു ഔട്ട്ലൈൻ അല്ലെങ്കിൽ ഒരു ഓവറോൾ ക്വസ്റ്റ്യനിങ് നടത്തിയിട്ട് നമുക്ക് അടുത്ത ടോപ്പിക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തതാണ് ബെനഫിഷ്യൽ ഫംഗൈ കഴിഞ്ഞിട്ടില്ല ട്ടാ, ഇനിയുണ്ട്. അടുത്തതാണ് ന്യൂറോസ്പോറ. ഓക്കെ, ന്യൂറോസ്പോറ കണ്ടിട്ടുണ്ടോ? ഇതൊരു ഫംഗസ് ആണ് മക്കളെ. ലൈറ്റ് ഒക്കെ എമിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഫംഗസ് അല്ലേ? ഒരുപാട് റിസർച്ചിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഫംഗസിനെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, റിസർച്ച് പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫംഗസ് ആണ് ന്യൂറോസ്പോറ. ചിലപ്പോൾ എക്സാമിന് ചോദിക്കും, which fungus is used as an experimental material in genetic study എന്നൊക്കെ ചോദിക്കും. അപ്പൊ നമുക്ക് ന്യൂറോസ്പോറ എന്ന് എഴുതാം, ന്യൂറോസ്പോറ. ഓക്കെ, ഇനി കണ്ട, ഇതാണ് ന്യൂറോസ്പോറ. ഇനി അടുത്തത് മൈക്കോറൈസ. മൈക്കോറൈസ എന്താണെന്നറിയോ നിങ്ങൾക്ക്? കേട്ടിട്ടുണ്ടോ നിങ്ങൾ മൈക്കോറൈസ എന്താന്ന്? കേട്ടിട്ടുണ്ടോ? എന്താ മൈക്കോറൈസ? അതൊരു സിംബയോട്ട് അല്ലേ? മറ്റേ അതും സിംബയോണ്ടാണ്. സിംബയോണ്ടാണ്. വെരി ഗുഡ്. എന്ത് തമ്മിലുള്ള സിംബയോണ്ടാണ്? ഹയർ പ്ലാന്റ്സിന്റെ റൂട്ട്സ് ആയിട്ട് ഉണ്ടാക്കുന്ന ഫംഗൈ. വെരി ഗുഡ്, വെരി ഗുഡ്. കണ്ട, ഈ വലിയ വലിയ ചെടികളിൽ ഇപ്പൊ ഇത് ഷുഗർ കെയിന്റെ വേരാണ്. ഓക്കെ, ഈ ഷുഗർ കെയിന്റെ വേരിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൈക്കോറൈസനെ കാണാൻ പറ്റും. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരു അസോസിയേഷൻ ആണ്. ഇപ്പൊ നേരത്തെ മിസ് പറഞ്ഞു ലൈക്കൻസ് പറഞ്ഞു, പായലും പൂപ്പലും ചേർന്നതാണ് ലൈക്കൻസ്. അത് നമുക്ക് ഈ മതിലിന്റെ മുകളിലൊക്കെ കാണാൻ പറ്റും. പക്ഷെ ഈ വേരിന്റെ മുകളിൽ കാണപ്പെടുന്ന ഒരു അസോസിയേഷൻ ആണ് മൈക്കോറൈസ. ഇപ്പൊ നമ്മളിത് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ മൈക്കോറൈസ എന്ന് പറയുമ്പോ എന്താണ്, അതിൽ ആരൊക്കെയുണ്ട്? മൈക്കോറൈസ പറയുമ്പോൾ ഇറ്റ് ഈസ് ദ സിംബയോട്ടിക് അസോസിയേഷൻ ഓഫ് ഫംഗസ് വിത്ത് ദ റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ്. ഈ റൂട്ട്, ഈ വലിയ വലിയ ചെടികളുടെ റൂട്ടും പിന്നെ ഇതിന്റെ മുകളിൽ ഒരു ഫംഗസ് വളരും, അതും തമ്മിലുള്ള ഈ അസോസിയേഷൻ പറയുന്ന പേരാണ് മൈക്കോറൈസ. ഓക്കെ, അപ്പോ എന്താ റൂട്ടിന് കിട്ടുക? ഈ ഫംഗസ് ആണ്. ഈ പ്ലാന്റ്സ് ഫംഗസുകൾക്ക് ഫുഡ് കൊടുക്കും. പ്ലാന്റ്സിന്റെ വേര്, പ്ലാന്റ്സുകളിൽ നിന്ന് ഭക്ഷണ സാധനങ്ങൾ റൂട്ടിലെത്തിയിട്ട് അത് നമ്മുടെ ഫംഗസുകൾ ഏറ്റുവാങ്ങും. ഫംഗസ് തിരിച്ചെന്താ കൊടുക്കുക? ഈ മണ്ണിലൊക്കെ ഒരുപാട് മിനറൽസുകൾ ഉണ്ടല്ലോ, ആ മിനറൽസിനെ അബ്സോർബ് ചെയ്തിട്ട് തിരിച്ച് പ്ലാന്റിന്റെ അകത്തോട്ട് കയറ്റാൻ ആര് സഹായിക്കും? നമ്മുടെ ഫംഗസുകൾ സഹായിക്കും.
അപ്പോ ഈ മൈക്കോറൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു സിംബയോട്ടിക് അസോസിയേഷൻ ആണ്. അവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് അറിയോ? നമ്മുടെ ഈ വേരിൽ കൂടെ മിനറൽസുകളെ ചെടികളിലോട്ട് ചെടികളിൽ ഉണ്ടാകുന്ന ഭക്ഷണ സാധനങ്ങളെ തിരിച്ച് ഫംഗസുകൾ ഭക്ഷണമായിട്ട് എടുക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു അസോസിയേഷനെ വിളിക്കുന്ന പേരാണ് മൈക്കോറൈസ. Okay, so mycorrhiza are fungi associated with roots of plants. പ്ലാന്റ്സിന്റെ റൂട്ട്സും പ്ലസ് ഫംഗസുകളും തമ്മിൽ നടത്തുന്ന ഒരു അസോസിയേഷനെ വിളിക്കുന്ന പേരാണ് മൈക്കോറൈസ. റൂട്ട്സ് എന്ത് ചെയ്യും? റൂട്ട്സ് മിനറൽസുകൾ എടുത്തിട്ട് നമ്മുടെ പ്ലാന്റ്സുകൾക്ക് കൊടുക്കും ഫംഗസ് വഴി. ഫംഗസുകൾ മിനറൽസിന് എടുത്തിട്ട് പ്ലാന്റ്സുകൾക്ക് കൊടുക്കും. അറ്റ് ദ സെയിം ടൈം പ്ലാന്റ്സുകൾ റൂട്ടിൽ കൂടെ ഫുഡിനെ നമ്മുടെ ഫംഗസിന് എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. ഓക്കെ, രണ്ടുപേർക്കും ഒരു മ്യൂച്വൽ ബെനഫിറ്റ് കിട്ടുന്ന രീതിയിലുള്ള ഒരു അസോസിയേഷൻ ആണ് മൈക്കോറൈസ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി മൈക്കോറൈസ. ഇനി ലാസ്റ്റ് ആണ് ആന്റിബയോട്ടിക്സ്. ഇപ്പൊ നമ്മൾ മാർക്കറ്റിൽ യൂസ് ചെയ്യുന്ന ആന്റിബയോട്ടിക്സുകൾ ഉണ്ട്. ബാക്ടീരിയകൾക്കെതിരെ പ്രവർത്തിക്കുന്ന മരുന്നുകളെയാണ് നമ്മൾ ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. ഈ ഓൾമോസ്റ്റ് എല്ലാ ആന്റിബയോട്ടിക്സും നമ്മൾ മൈക്രോ ഓർഗാനിസത്തിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. അത് ബാക്ടീരിയകളിൽ നിന്നാകാം, ഫംഗസുകളിൽ നിന്നാകാം. ലോകത്തിലെ ആദ്യത്തെ ആന്റിബയോട്ടിക് ഉണ്ടാക്കിയിട്ടുള്ളത് ഫംഗസുകളിൽ നിന്ന്. നിങ്ങൾക്ക് അലക്സാണ്ടർ ഫ്ലെമിങ്ങിനെ അറിയോ? അലക്സാണ്ടർ ഫ്ലെമിങ് ആരാണ് അറിയാൻ? അലക്സാണ്ടർ ഫ്ലെമിങ് അതെ, ആദ്യമായിട്ട് ആന്റിബയോട്ടിക്സിനെ ക്രിയേറ്റ് ചെയ്ത ആളാണ് അലക്സാണ്ടർ ഫ്ലെമിങ്. അലക്സാണ്ടർ ഫ്ലെമിങ്ങിന്റെ കഥ നിങ്ങൾക്കറിയോ? എങ്ങനെയാണ് ആന്റിബയോട്ടിക്കിനെ കണ്ടെത്തിയത് എന്നൊക്കെ നിങ്ങൾക്കറിയോ? ഇല്ല. അപ്പൊ അലക്സാണ്ടർ ഫ്ലെമിങ് എന്നുള്ള ഒരു സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു. കണ്ട, ഇതാണ് അലക്സാണ്ടർ ഫ്ലെമിങ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അലക്സാണ്ടർ ഫ്ലെമിങ്ങിന്റെ കാലത്ത് ആ നാട്ടിൽ പടർന്നു പിടിച്ചിട്ടൊരു പനി ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഭയങ്കര പനി. ഈ സ്ട്രെപ്റ്റോകോക്കസ് എന്നുള്ളൊരു ബാക്ടീരിയ ഉണ്ടായിരുന്നു. ആ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ടാണ് എല്ലാവർക്കും പനി വന്നത്. അപ്പൊ ഒരുപാട് ആൾക്കാർ ഈ സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ കാരണം കൊണ്ട് മരിച്ചു പോവാണ്, മരണം അടഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ നാട്ടിലത്തെ എല്ലാ ആൾക്കാരും അലക്സാണ്ടർ ഫ്ലെമിങ്ങിന്റെ അടുത്തോട്ട് വരിക. ഫ്ലെമിങ്, നമുക്ക് എന്തെങ്കിലും ചെയ്യണം, ഒരുപാട് പേര് ഈ അസുഖം വന്ന് മരിക്കുന്നു, നമുക്ക് എന്തെങ്കിലും ഒരു പോംവഴി ചെയ്യണം എന്ന് പറയും. അപ്പൊ ഫ്ലെമിങ് ഒരു ശാസ്ത്രജ്ഞനാണ്. അപ്പൊ ഫ്ലെമിങ് എന്ത് മനസ്സിലാക്കും? ഫ്ലെമിങ് ഇതിലൊരു റിസർച്ച് നടത്തും. എങ്ങനെ ഈ സ്ട്രെപ്റ്റോകോക്കസ് എന്നുള്ള ബാക്ടീരിയ കാരണം കൊണ്ടാണല്ലോ നമുക്ക് ഈ ഇൻഫെക്ഷൻ വരുന്നത്, എങ്ങനെ നമുക്ക് സ്ട്രെപ്റ്റോകോക്കസിനെ കൊല്ലാം എന്നുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് അലക്സാണ്ടർ ഫ്ലെമിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ രാവും പകലും ഇല്ലാണ്ട് അദ്ദേഹം അയാളുടെ ലാബിൽ ഇരുന്നിട്ട് ഈ സ്ട്രെപ്റ്റോകോക്കസ് എന്നുള്ള ബാക്ടീരിയനെ കൊല്ലാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുകയാണ്. അപ്പൊ ഭക്ഷണം കഴിക്കലൊക്കെ ലാബിന്റെ അകത്താ. ഓക്കെ, അപ്പോ ഒരു വീക്കെൻഡ് ആവാനായി. അപ്പൊ സ്ട്രെപ്റ്റോകോക്കസിനെ ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് ബാക്ടീരിയനെ. അപ്പോ ഇയാള് അന്ന് രാത്രി ലാബിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എന്താ ചെയ്തത്? അവിടെ കഴിച്ചു വെച്ച ഭക്ഷണത്തിന്റെ കുറച്ച് ബാക്കി പദാർത്ഥങ്ങൾ ഉണ്ടായിരുന്നു. അവര് കൂടുതൽ ഈ ബ്രെഡൊക്കെ അല്ലേ കഴിക്കുക. അപ്പൊ ഈ കഴിച്ച ബ്രെഡുകളുടെ ബാക്കി പദാർത്ഥങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ ലാബിലിട്ടിട്ട് പോയി. അപ്പൊ ഈ ബ്രെഡിന്റെ പീസസ് ഒക്കെ ഇട്ടത് എവിടെയാണെന്നറിയോ? ഈ സ്ട്രെപ്റ്റോകോക്കസിന്റെ പാത്രത്തിന്റെ തൊട്ടടുത്താ. അപ്പൊ 2 ദിവസം കഴിഞ്ഞിട്ട് ലാബ് വന്ന് തുറന്നു നോക്കുമ്പോ ഈ പാത്രത്തിൽ സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയനെ കാണാനില്ല. അപ്പോ നമ്മുടെ അലക്സാണ്ടർ ഫ്ലെമിങ്ങിന് ഭയങ്കര അത്ഭുതമാവും. അപ്പൊ നോക്കുമ്പോഴാണടാ മനസ്സിലായത്, ഈ ബ്രെഡൊക്കെ പൂപ്പല് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ബ്രെഡിൽ നിന്ന് വന്ന ഈ പൂപ്പലാണ് നമ്മുടെ ബ്രെഡ് മോൾഡ്. ഈ ബ്രെഡ് മോൾഡിൽ നിന്നും വന്ന ഈ പൂപ്പലുകൾ എന്ത് ചെയ്തു? നമ്മുടെ സ്ട്രെപ്റ്റോകോക്കസിനെ കൊന്നു. അപ്പൊ അലക്സാണ്ടർ ഫ്ലെമിങ്ങിന് മനസ്സിലായി, ഫംഗസുകളിൽ നിന്ന് വന്ന എന്തോ ഒരു പാർട്ടിക്കിൾ ആണ് സ്ട്രെപ്റ്റോകോക്കസിനെ കൊന്നത് എന്ന് മനസ്സിലായി. അപ്പൊ അലക്സാണ്ടർ ഫ്ലെമിങ് വിശദീകരിച്ച് കാര്യങ്ങൾ ഒന്നും കൂടി എക്സ്പെരിമെന്റ് ചെയ്യാൻ തുടങ്ങി. ഏതൊക്കെ ഫംഗസുകളാണ് ആ ബ്രെഡിൽ ഉണ്ടായിരുന്നത് അതൊക്കെ അയാള് എടുത്തു നോക്കി. അതിനെ വെച്ചിട്ട് സ്ട്രെപ്റ്റോകോക്കസിലെ എക്സ്പെരിമെന്റുകൾ നടത്തി. പിന്നീട് അയാൾക്ക് മനസ്സിലായി എന്താണ് അതാണ് ഈ ആന്റിബയോട്ടിക്സ് എന്നുള്ള, മീൻസ് പെനിസിലിയം നൊട്ടാറ്റം എന്നുള്ള ഫംഗസുകളിൽ നിന്നാണ്
ലോകത്തില് ആദ്യത്തെ ആന്റിബയോട്ടിക് ആയിട്ടുള്ള പെനിസിലിൻ ഉണ്ടായത്. ഓക്കെ, അപ്പൊ ഇതാണ് പെനിസിലിയം നൊട്ടാറ്റം. ഇതാണ് പെനിസിലിയം നൊട്ടാറ്റം. ആ ഭക്ഷണ പദാർത്ഥത്തിൽ കണ്ട ഒരു ഫംഗസ് ആണ് പെനിസിലിയം നൊട്ടാറ്റം. ഈ പെനിസിലിയം നൊട്ടാറ്റം റിലീസ് ചെയ്ത ഒരു കെമിക്കലാണ് പെനിസിലിൻ. ഈ പെനിസിലിൻ ആണ് ആ ബാക്ടീരിയനെ കൊന്നത്. ഓക്കെ, ആ പെനിസിലിൻ ബാക്ടീരിയനെ കൊന്നത് കൊണ്ട് അത് ബാക്ടീരിയക്കെതിരെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. ബാക്ടീരിയക്കെതിരെ പ്രവർത്തിക്കുന്ന ആളുകളെയാണ് നമ്മൾ ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. അപ്പൊ എക്സാമിന് ചോദിക്കാറുണ്ട്, വിച്ച് ഈസ് ദ ഫസ്റ്റ് ആന്റിബയോട്ടിക്സ് ഇൻ ദ വേൾഡ് എന്ന് ചോദിച്ചാൽ പെനിസിലിൻ ആണ്. പെനിസിലിൻ. പെനിസിലിൻ ഏത് ഫംഗസിൽ നിന്നാണ് ഉൽപ്പാദിപ്പിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ പെനിസിലിയം നൊട്ടാറ്റം. പെനിസിലിയം നൊട്ടാറ്റം. അപ്പൊ ആരാണ് ആദ്യമായിട്ട് ആന്റിബയോട്ടിക് കണ്ടെത്തിയത് ചോദിച്ചാല് അലക്സാണ്ടർ ഫ്ലെമിംഗ്. അലക്സാണ്ടർ ഫ്ലെമിംഗ്. മനസ്സിലായോ? ഓക്കെ. ചിലപ്പോ എക്സാമിന് ഇങ്ങനെയാവും ചോദിക്കുക, ഹു ഇസ് എ ഫാദർ ഓഫ് ആന്റിബയോട്ടിക്സ് എന്നാവും ചോദിക്കുക. അപ്പൊ എന്താ ആൻസർ? അലക്സാണ്ടർ ഫ്ലെമിംഗ്. 1927 എന്ത് അലക്സാണ്ടർ ഫ്ലെമിങ്ങിന് നൊബേൽ സമ്മാനം കിട്ടുന്നത്. ഓക്കെ, എന്ത് കണ്ടെത്തിയതിന്? നമ്മുടെ ആന്റിബയോട്ടിക് കണ്ടെത്തിയത്. ക്ലിയർ ആയോ? ഫംഗസ് ഉള്ള ബ്രെഡ് ഫ്ലെമിങ്ങിനൊന്നും തോന്നില്ല. ഫംഗസ് ഉള്ള ബ്രെഡ് നമ്മുടെ അലക്സാണ്ടർ ഫ്ലെമിംഗ് ഒന്നും കഴിച്ചിട്ടില്ല. ഫംഗസ് പിന്നീട് വന്നതാ മോനെ. കഴിച്ച ബ്രെഡ് ബാക്കി വെച്ചിട്ട് കുറെ കഴിഞ്ഞിട്ട് പിന്നീട് വന്നപ്പോഴാണ് ഫംഗസ് വന്നത്, അതിന്റെ ഡേറ്റ് കഴിഞ്ഞിട്ട്. റിയാനെ, അതാണോ നിന്റെ ടെൻഷൻ? ഹലോ, നിനക്ക് മനസ്സിലായ കാര്യം പിടികിട്ടിയ? മനസ്സിലായി. ആ, ഓക്കെ. അപ്പൊ ഇതാണ് പെനിസിലിൻ എന്നുള്ള ആന്റിബയോട്ടിക്. ഇതാണ് നമ്മുടെ അലക്സാണ്ടർ ഫ്ലെമിംഗ്, ദ ഫാദർ ഓഫ് ആന്റിബയോട്ടിക്സ്. ക്ലിയർ ആയോ? യെസ്. നൗ വി ആർ മൂവിങ് ടു ദ ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആരൊക്കെയാണുള്ളത് ഓൺലൈനില്? ഓക്കെ, റിൻഷിതൻ തീരെ കിട്ടിയിട്ടില്ല. റിൻഷിത കേൾക്കാവോ? റിൻഷിത കേൾക്കണ്ട്. ഓക്കെ, മോള് പറ, ഏത് ഫംഗസിൽ നിന്നാണ് പെനിസിലിൻ എക്സ്ട്രാക്റ്റഡ് ആയിട്ടുള്ളത്? ദ ഫംഗസ് ഫ്രം വിച്ച് പെനിസിലിൻ ഈസ് എക്സ്ട്രാക്റ്റഡ്. ഏതാ? ഏതാണ്? അറിയോ? പെനിസിലിയം നൊട്ടാറ്റം. പേര് പഠിക്കണം, എഴുതി പഠിക്കണം കേട്ടാ. പെനിസിലിയം നൊട്ടാറ്റം. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. ഓപ്ഷൻസ് ഉണ്ടാവും കേട്ടാ. ഇനി എ യൂണിസെല്ലുലാർ ഫംഗസ്. ഇത് പറയാം. ഇത് റിൻഷിത് ഒന്ന് പറഞ്ഞു നോക്കിയേ. എ യൂണിസെല്ലുലാർ ഫംഗസ്. റിൻഷിത് പോയാ? റിൻഷിത? ഓക്കെ, റിയാൻ പറ, എന്താ ആൻസർ? ഈസ്റ്റ് ആണ്. യൂണിസെല്ലുലാർ ഫംഗസ് ഏതാണ്? ഈസ്റ്റ് ആണ് കേട്ടാ. ഈസ്റ്റ് ആണ്. ശരിക്കും നിങ്ങളുടെ എക്സാംസിന് ഓപ്ഷൻസ് ഉണ്ടാകും, പക്ഷെ ഞാനിവിടെ ഓപ്ഷൻസ് ഇട്ടിട്ടില്ല. കാരണം നിങ്ങൾക്ക് അല്ലാണ്ട് തന്നെ ആൻസർ കിട്ടണം. ഓക്കെ, അപ്പൊ എക്സാമിന് ഒന്നും കൂടി എളുപ്പമാവും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദ ഫംഗസ് വിച്ച് കോസസ് വീറ്റ് റസ്റ്റ്. വീറ്റ് റസ്റ്റ് ഉണ്ടാക്കുന്ന ഫംഗസ് ഏത്? പക്സീനിയ ഗ്രാമിനിസ്. പക്സീനിയ ഗ്രാമിനിസ്. ഞാൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിനക്ക് നീറ്റ് എക്സാംസിന് ഉപകരിക്കും. ഓക്കെ, അപ്പോ ഇത് നല്ലതാട്ടാ. ഇതൊന്ന് വർക്ക്ഔട്ട് ചെയ്തോ. ദ വൈറ്റിഷ് കോട്ടണി മാസ് ഗ്രോയിങ് ഓൺ ദ സ്റ്റെയിൽ ബ്രെഡ്. സ്റ്റെയിൽ ബ്രെഡിൽ വളരുന്ന, സ്റ്റെയിൽ ബ്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ് എക്സ്പയർഡ് ആയിട്ടുള്ള ബ്രെഡുകളിൽ വളരുന്ന ആ കോട്ടണി മാസ്. ഇപ്പൊ വെള്ള പൂപ്പൽ വരില്ലേ, ആ പൂപ്പൽ എന്താ ശരിക്ക്? ബ്രെഡ് മോൾഡ്. വെരി ഗുഡ്. റൈസോപ്പസ് ബ്രെഡ് മോൾഡ്. ഇനി 2 കോമൺ ഹ്യൂമൻ ഡിസീസസ് കോസ്ഡ് ബൈ ഫംഗൈ. ഇത് ഞാൻ എടുത്തിട്ടില്ല. ഓക്കെ, മനുഷ്യന്മാരെ ബാധിക്കുന്ന 2 ഫംഗൽ ഇൻഫെക്ഷൻ, 2 ഫംഗൽ ഡിസീസ് ഏതാന്നാ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, മനുഷ്യന്മാരെ അറ്റാക്ക് ചെയ്യുന്ന 2 ഫംഗൽ ഇൻഫെക്ഷൻ ഏതാന്നാ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അത് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് അത്ലറ്റ്സ് ഫുട്ട്. അത്ലറ്റ്സ് ഫുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാലിന്റെ മുകളിൽ അഫക്റ്റ് ആവുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് അത്ലറ്റ്സ് ഫുട്ട്. കാലൊക്കെ വിണ്ട് കീറി എന്താ പറയാ, ഭയങ്കര ഇൻഫെക്റ്റഡ് ആയിട്ട് ഒരു വ്രണം വന്ന പോലെ വരുന്ന ഒരു രോഗമാണ് അത്ലറ്റ്സ് ഫുട്ട് എന്ന് പറയുന്നത്. ഓക്കെ,
റിംഗ് വേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം, വട്ടച്ചൊറി എന്ന് പറയും. വട്ടച്ചൊറി അതൊരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. ഓക്കെ, വട്ടത്തിലായിരിക്കും, ബോഡി പാർട്സിലൊക്കെ വട്ടത്തിൽ ചൊറികൾ ഉണ്ടാവും. അതിനെയാണ് റിംഗ് വേം എന്ന് പറയുന്നത്, റിംഗ് വേം ഇൻഫെക്ഷൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക, മനുഷ്യന്മാരെയും നമ്മുടെ ഫംഗസ് അറ്റാക്ക് ചെയ്യും. ഫംഗസും മനുഷ്യന്മാരിലും ഉണ്ടാക്കുന്ന രണ്ട് രോഗങ്ങളാണ് അത്ലറ്റ്സ് ഫൂട്ടും റിംഗ് വേമും. റിംഗ് വേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വട്ടച്ചൊറി, അത്ലറ്റ്സ് ഫൂട്ട് എന്ന് പറയുമ്പോൾ കാലിൽ വരുന്ന ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഹു ഡിസ്കവേർഡ് ആന്റിബയോട്ടിക് പ്രോപ്പർട്ടീസ് ഓഫ് പെനിസിലിയം? ആരാ? Alexander Fleming. അലക്സ്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാരും ആൻസർ പറഞ്ഞു. അലക്സാണ്ടർ ഫ്ലെമിംഗ്. അലക്സാണ്ടർ ഫ്ലെമിംഗ്. ഓക്കെ, നിങ്ങൾക്ക് കിങ്ഡം ഫംഗൈ മനസ്സിലായോ? Yes. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിക്കണം. ഞാൻ ജസ്റ്റ് അടുത്ത ഒരു ടോപ്പിക്കും സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇപ്പൊ നമ്മൾ 3 കിങ്ഡങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. കിങ്ഡം മൊണീറ, കിങ്ഡം പ്രൊട്ടോക്ടിസ്റ്റ, കിങ്ഡം ഫംഗൈ. ഇനി നമ്മൾ കിങ്ഡം പ്ലാന്റയിലോട്ട് പോവാ. നിങ്ങൾ ആർഎച്ച് വിറ്റാക്കറിനെ മറന്നോ? ഇല്ല. അയാൾ അവിടെ തന്നെ ഉണ്ട്, അയാളുടെ ക്ലാസിഫിക്കേഷൻ ആണ് കേട്ടോ അത്. ഓക്കെ, ആർഎച്ച് വിറ്റാക്കർ 5 കിങ്ഡത്തിന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ 3 നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് യൂണിറ്റ് അവസാനിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ടാമത്തെ മൊഡ്യൂൾ ജസ്റ്റ് ഒന്ന് ബിഗിൻ ചെയ്യാം. അപ്പൊ അടുത്തത് ഏതാ? അടുത്തത് ആരാ? പ്ലാന്റ്. യെസ്, പ്ലാന്റ്. കിങ്ഡം പ്ലാന്റ്. ഓക്കെ, കിങ്ഡം പ്ലാന്റ്. കിങ്ഡം പ്ലാന്റ്. കിങ്ഡം പ്ലാന്റ്. കിങ്ഡം പ്ലാന്റ് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും കിങ്ഡം പ്ലാന്റ് കാണാനുണ്ടോ സ്ക്രീനില്? ഓക്കെ ഓക്കെ. കിങ്ഡം പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലുള്ള എല്ലാ പ്ലാന്റ് സ്പീഷീസും ഉള്ള ഫൈലമാണ്. ഫൈലല്ല, ഒരു ഡിവിഷനാണ് കിങ്ഡം പ്ലാന്റ് എന്ന് പറയുന്നത്. ലോകത്തിലുള്ള സകലമാനം എന്താ പറയാ സസ്യങ്ങളും ചെടികളും എല്ലാം, സസ്യം തന്നെ ചെടി എല്ലാതും ഉള്ളത് നമ്മുടെ കിങ്ഡം പ്ലാന്റയിലാണ്. ഓക്കെ, ജസ്റ്റ് ഈ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, കിങ്ഡം പ്ലാന്റിന്റെ കുറച്ച് കാര്യങ്ങൾ, ഒരുപാട് പഠിക്കണ്ട, ഡെയിലി കുറേശ്ശെ പഠിച്ചു പോയാൽ മതി. ഇനി കിങ്ഡം പ്ലാന്റിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, കിങ്ഡം പ്ലാന്റ് നമുക്ക് 3 ക്ലാസ് ആയിട്ട് തരംതിരിക്കാം. ഓക്കെ, ആദ്യത്തെ ക്ലാസ് ആണ് ബ്രയോഫൈറ്റ. ബ്രയോഫൈറ്റ. ഓക്കെ, രണ്ടാമത്തതാണ് ടെറിഡോഫൈറ്റ. രണ്ടാമത്തെ ഡിവിഷൻ ആണ് ടെറിഡോഫൈറ്റ. കിങ്ഡം പ്ലാന്റിനെ 3 ഡിവിഷൻസ് ആയിട്ട് തരംതിരിക്കാം. ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ, ഇനി അടുത്തത് സ്പെർമാറ്റോഫൈറ്റ. 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 ഓക്കെ, റിയാന് ക്ലാസ്, നീറ്റിന്റെ ക്ലാസ് കേൾക്കുമ്പോൾ അതിലത്തെ നോട്ട്സും ഇതിലത്തെ നോട്ട്സും കുറച്ച് വ്യത്യാസമായിട്ട് തോന്നും. പക്ഷെ കണ്ടന്റ് ഒക്കെ സെയിം തന്നെയാണ്. പേരുകളിൽ ചിലപ്പോൾ വ്യത്യാസം തോന്നും, പക്ഷെ സെയിം തന്നെയാണ് കേട്ടാ. വലിയ വ്യത്യാസമൊന്നുമില്ല. വലിയ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. സ്പെർമാറ്റോഫൈറ്റ. ഇനി സ്പെർമാറ്റോഫൈറ്റയില് 2 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, ജിംനോസ്പേമും ആൻജിയോസ്പേമും. ഓക്കെ, അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് 1 by 1 എന്താന്ന് പറഞ്ഞുതരാം. ഇപ്പൊ തന്നെ ഞാൻ സർപ്രൈസ് പൊളിക്കണില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് നമുക്ക് ബ്രയോഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുൻപ് ആൻജിയോസ്പേമിൽ വീണ്ടും 2 ആളുകളുണ്ട്, ഡൈക്കോട്ട്ലിഡനും മോണോകോട്ട്ലിഡനും. സ്പെർമാറ്റോഫൈറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക എന്താ, ഈ ചില ചെടികൾ ഉണ്ടാകും അല്ലെ, പൂക്കൾ തരുന്ന ചെടികൾ ഉണ്ടാകും, പൂക്കൾ തരാത്ത ചെടികൾ ഉണ്ടാകും. നോൺ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് ജിംനോസ്പേം. ഫ്ലവേഴ്സുകൾ തരാത്ത പ്ലാന്റ്സുകളെയാണ് ജിംനോസ്പേംസ് എന്ന് പറയുന്നത്. ആൻജിയോസ്പേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആൻജിയോസ്പേമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലവേഴ്സ് ഉള്ള ചെടികൾ. നിങ്ങൾ മനസ്സിലാക്കുക, ലോകത്തിലുള്ള എല്ലാ ട്രീസുകൾക്കും പ്ലാന്റ്സുകൾക്കും ഫ്ലവേഴ്സിന് തരാൻ പറ്റില്ല. ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻജിയോസ്പേമയാണ്. നോൺ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജിംനോസ്പേമയാണ്. ഓക്കെ, ഇനി ഫ്ലവറിംഗ് പ്ലാന്റ്സിന് എടുത്തു കഴിഞ്ഞാൽ അതിലും വീണ്ടും 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഡൈക്കോട്ട്ലിഡൻസ് ഉണ്ട്, മോണോകോട്ട്ലിഡൻസ് ഉണ്ട്. ഡൈക്കോട്ടും മോണോകോട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? തേങ്ങ മോണോകോട്ടാണോ ഡൈക്കോട്ടാണോ? തേങ്ങ ഡൈക്കോട്ടാണോ മോണോകോട്ടാണോ? ഹലോ, തേങ്ങ കണ്ടിട്ടുണ്ടോ നിങ്ങള്? തേങ്ങ.
മാങ്ങ കണ്ടിട്ടുണ്ടാ? മാങ്ങയുടെ അണ്ടി കണ്ടിട്ടുണ്ടാ? മോണോ അതിനെ നമുക്ക് രണ്ടാക്കിയിട്ട് പൊളിക്കാം അല്ലെ? മാങ്ങയുടെ സീഡ് നമുക്ക് രണ്ടായിട്ട് പൊളിഞ്ഞിങ്ങനെ വരും. അതേപോലെ കശുവണ്ടി ഇല്ലേ, കശുവണ്ടി. കശുവണ്ടിയുടെ അണ്ടി നമുക്ക് രണ്ടായിട്ട് പൊളിക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ അവരൊക്കെ ഡൈക്കോട്ടിലിഡൻസാ. അവരുടെ സീഡിനൊക്കെ രണ്ട് കോട്ടുകളുണ്ട്. ഏതൊക്കെ സീഡുകൾക്കാണോ രണ്ട് കോട്ടുകൾ ഉള്ളത് അതിനെയാണ് നമ്മൾ ഡൈക്കോട്ടിലിഡൻസ് എന്ന് പറയുന്നത്. തേങ്ങക്ക് അങ്ങനെയല്ല, തേങ്ങ ഒറ്റ ഷെല്ല അല്ലെ? അതേപോലെ നമ്മുടെ അരി, നെല്ല് ഒറ്റ സാധനം, ഒറ്റ കോട്ട. അപ്പൊ അതിനെയാണ് മോണോകോട്ടിലിഡൻസ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അത് നമ്മൾ പഠിക്കും, വഴിയെ പഠിക്കും, 1 by 1 ആയിട്ട്. ഇപ്പൊ നിങ്ങളൊരു ഓവറോൾ ക്ലാസിഫിക്കേഷൻ പഠിക്കുക. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മൊത്തം കിങ്ഡം പ്ലാന്റിനെ നമുക്ക് മൂന്നാക്കി തരംതിരിക്കാം. ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ, പിന്നെ ഏതാ, സ്പെർമാറ്റോഫൈറ്റ. സ്പെർമോഫൈറ്റോഫൈറ്റയിൽ രണ്ട് സബ് ഡിവിഷൻസുകളുണ്ട്, ജിംനോസ്പേം, ആൻജിയോസ്പേം. വീണ്ടും ആൻജിയോസ്പേമിനെ രണ്ട് ക്ലാസ്സുകളാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്, ഡൈക്കോട്ടിലിഡൻസ് ആൻഡ് മോണോകോട്ടിലിഡൻസ്. ഓക്കെ, ക്ലിയർ ആയോ? യെസ്. എന്താ പറഞ്ഞത് മോളെ? മിസ് ഇവിടെ പറഞ്ഞതാ. ആ, എന്താണോ വിചാരിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബ്രയോഫൈറ്റ് നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ബ്രയോഫൈറ്റുകൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്ന ഈ ഈ ഐറ്റംസിനെ കണ്ടിട്ടുണ്ടോ? ഈ മതിലിന്റെ മുകളിൽ ഇത് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ അല്ലേ? ആ, ഇതും കണ്ടിട്ടുണ്ടാവും. ഈ സാധനത്തിനൊക്കെ ഈ കുളത്തിന്റെ വക്കത്തൊക്കെ കണ്ടിട്ടുണ്ടാവും. മഴ പെയ്യുമ്പോഴത് കൂടുതൽ ഉണ്ടാവുന്നത്. അപ്പൊ ഈ സാധനങ്ങളെയാണ് ബ്രയോഫൈറ്റ. ബ്രയോഫൈറ്റ ഡിവിഷൻസിൽ വരുന്ന ആളുകളാണ് ഇവരൊക്കെ. മനസ്സിലാക്കിക്കോട്ടാ. അപ്പോ ബ്രയോഫൈറ്റ്സ് ആർ കോൾഡ് ആംഫിബിയൻസ് ഓഫ് ദി പ്ലാന്റ് കിങ്ഡം എന്നാ പറഞ്ഞത്. എന്താ ആംഫിബിയൻസ് എന്ന് പറഞ്ഞാല്? കരയിലും വെള്ളത്തിലും യെസ്, ആംഫിബിയൻസ്. തവള ഒരു ആംഫിബിയനാ. തവള ആംഫിബിയൻ ആവാൻ കാരണം തവളക്ക് വെള്ളത്തിലും കരയിലും ജീവിക്കാൻ പറ്റും. ഓക്കെ, അപ്പോ ആംഫിബിയൻസ്, അതേപോലെ ആംഫിബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിലും കരയിലും ഒരുപോലെ ജീവിക്കാൻ പറ്റുന്ന ജീവികളെയാണ് ആംഫിബിയൻസ് എന്ന് പറയുന്നത്. പ്ലാന്റ് കിങ്ഡം അല്ലെങ്കിൽ കിങ്ഡം പ്ലാന്റയുടെ ആംഫിബിയൻസുകളാണ് നമ്മുടെ ബ്രയോഫൈറ്റ്സ്. ഇവർക്കും എന്ത് പറ്റും? വെള്ളത്തിലും കരയിലും ജീവിക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മതിലിന്റെ മുകളിലൊക്കെ നമുക്ക് ഇവരെ കാണാം, കുളത്തിന്റെ വക്കത്ത് നമുക്ക് ഇവരെ കാണാം. കരയിലും വെള്ളത്തിലും ഇവർക്ക് ജീവിക്കാൻ പറ്റും. ഓക്കെ, ഇനി അപ്പൊ എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, മാത്രമല്ല ഇവർ മെയിൻ ആയിട്ട് ഇവർ കരയിലും വെള്ളത്തിലും ജീവിക്കലും മാത്രമല്ല, വാട്ടറിന്റെ പ്രസൻസ് ഉള്ളിടത്താണ് ഇവർ കൂടുതൽ കാണുന്നത്. ഇവര് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടത്തും. മെയിലും ഫീമെയിലും അല്ലെ? മെയിലും ഫീമെയിലും ഉണ്ട് ഇവർക്ക്. മെയിൽ ഫ്ലവേഴ്സ് എന്നല്ല, മെയിൽ ബോഡി സ്ട്രക്ചേഴ്സും മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഇവരുടെ ബോഡിയിലുണ്ട്. അപ്പോൾ ഈ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് റിലീസ് ചെയ്യുന്ന ഗാമൈറ്റ്സുകൾ ഫ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കാൻ ഇവർക്ക് ആരുടെ ഹെൽപ്പ് വേണം? വെള്ളത്തിന്റെ ഹെൽപ്പ് വേണം, വാട്ടറിന്റെ ഹെൽപ്പ് വേണം. ഓക്കെ, ഇവർക്ക് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ ആരുടെ ഹെൽപ്പ് വേണം? വെള്ളത്തിന്റെ ആവശ്യം വേണം. വെള്ളത്തിൽ മാത്രമേ ഇവർ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടത്തുള്ളൂ. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഈ മഴയൊക്കെ പെയ്താലാണ് കൂടുതലും ബ്രയോഫൈറ്റുകൾ ഉണ്ടാവുക. കാരണം എന്താ? ഈ വെള്ളത്തിന്റെ അംശം വന്നാൽ മാത്രമേ ഇവർക്ക് റീപ്രൊഡക്ഷൻ നടത്താൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ശരിക്ക് ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്നത്. ദേ ലിവ് ഓൺ ലാൻഡ്, ബട്ട് ശരിക്കും ലാൻഡിൽ തന്നെ ജീവിക്കുക. ഇപ്പൊ കുളത്തിന്റെ സൈഡുകളിലാണെങ്കിലും ആ മതിൽ മുട്ടിയിട്ട് നമുക്ക് കാണാൻ പറ്റുക അല്ലെ? ദേ ലിവ് ഓൺ ലാൻഡ്, ലാൻഡിൽ തന്നെ ജീവിക്കുക. പക്ഷെ അവർക്ക് എന്ത് വേണം? വെള്ളം വേണം റീപ്രൊഡക്ഷൻ നടത്താൻ. വെള്ളത്തിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവർ പെറ്റുപെരുകുള്ളൂ. ഓക്കെ, ഇപ്പൊ ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ബ്രയോഫൈറ്റുകളെ കാണാൻ പറ്റില്ല. മതിലൊക്കെ ഉണങ്ങി പിടിച്ച സമയത്തൊന്നും നമുക്ക് ബ്രയോഫൈറ്റുകളെ കാണാൻ പറ്റില്ല, ചൂട് സമയത്തൊക്കെ. പക്ഷെ നല്ല മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാല് ഒരു 1-1.5 ആഴ്ച കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ബ്രയോഫൈറ്റുകൾ ഉണ്ടാവും കേട്ടോ. അതാണ് നമ്മുടെ ബ്രയോഫൈറ്റ്സിന്റെ പ്രത്യേകത. പിന്നെ ഇത് ടൈപ്പിക്കലി ഗ്രോ ഇൻ മോയിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നനഞ്ഞ പ്രദേശങ്ങൾ, ഷെയ്ഡി ഹാബിറ്റേറ്റ്സ്, നല്ല തണലുള്ള പ്രദേശങ്ങളിൽ. ഓക്കെ, എസ്പെഷ്യലി ഇൻ ഹില്ലി റീജിയൻസ്, മലയോര പ്രദേശങ്ങളിലും കൂടുതലായിട്ടും നമുക്ക് ആരെ കാണാം? ബ്രയോഫൈറ്റുകളെ കാണാം. ഇവിടുന്ന് ആകെ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. വൈ ബ്രയോഫൈറ്റ ഈസ് കോൾഡ് ദ ആംഫിബിയൻസ് ഓഫ് ദി പ്ലാന്റ് കിങ്ഡം? ദ റീസൺ ഈസ്
They live on land but requires water for sexual reproduction. Okay? അത് മനസ്സിലായോ നിങ്ങൾക്ക്? Yes. ഓക്കെ. ഇനി കുറച്ച് കാര്യങ്ങളും കൂടി പറയാം. ഇവര് നോൺ വാസ്കുലാർ ആണ്. നിങ്ങൾക്ക് സൈലം ഫ്ലോയം എന്താന്ന് അറിയോ? സൈലം ഫ്ലോയം എന്താന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? മറ്റേ സൈലല്ലട്ടാ, ആപ്പ് സൈലല്ലട്ടാ. സൈലം ഫ്ലോയം എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഇതൊരു ബ്രയോഫൈറ്റ് ആണ്. ശ്രദ്ധിച്ചോ മക്കളെ, ഇതൊരു ബ്രയോഫൈറ്റിയാ. വലിയ വലിയ ചെടികളെ പോലെ ഇവർക്ക് വേരോ അതേപോലെ തണ്ടോ അതേപോലെ ഇലകളോ പൂക്കളോ മുട്ടുകളോ ഒന്നുമില്ലല്ലേ. ജസ്റ്റ് ഒരു എന്താണ്, ചെടിയാണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ചെടി പോലത്തെ ഒരു സാധനാണെന്ന് പറയാം. ചെടിയുടെ ഒരു ഫീച്ചേഴ്സും ഇല്ല അല്ലെ. അങ്ങനെ ഒരു ഗ്രീൻ കളർ ആയിട്ടുള്ള ഒരു ചെടി പോലത്തെ അത്ര ഡെവലപ്ഡ് അല്ലാത്ത ഒരു ചെടിയാണ് ബ്രയോഫൈറ്റ. അപ്പോ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, വലിയ വലിയ മരങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ജാക്ക് ഫ്രൂട്ട്, മാംഗോ ട്രീ, ഇവർക്കൊക്കെ നമ്മൾ വേരിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാല് എങ്ങനെയാണ് ഈ വെള്ളം ഏറ്റവും ടോപ്പിൽ എത്തുന്നത് എന്നറിയോ? ഇവരുടെ ഓരോ ഇലകളിന്റെ അകത്തും വെള്ളം എത്തണം. ക്ലിയർ ആവണില്ല. ഹലോ, ഇടക്കൊന്ന് ആണോ? ഓക്കേ, ഇപ്പൊ കേക്കാവോ? കേക്കാവോ? ഓക്കെ. നിങ്ങൾ മനസ്സിലാക്കുക, പ്ലാന്റ്സുകൾ പോലെ വലിയ ജീവികളൊന്നല്ല നമ്മുടെ ബ്രയോഫൈറ്റുകൾ. ഇവര് നോൺ വാസ്കുലാർ ആണ്. നോൺ വാസ്കുലാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇപ്പൊ നോക്കിയേ, നോർമലി ഒരു ചെടിക്ക് ഒരു നീളം കൂടിയ ഒരു വലിയൊരു മാവായിക്കോട്ടെ, വലിയൊരു പ്ലാവായിക്കോട്ടെ, അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ മരത്തിന്റെ അകത്ത് സൈലവും ഫ്ലോയും എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടാൾക്കാരുണ്ട്. സൈലം സെൽസുകളും ഫ്ലോയം സെൽസുകളും ഉണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മളൊരു വലിയൊരു മാവിനൊക്കെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വേരിലല്ലേ വെള്ളം ഒഴിക്കുക. ആ വെള്ളം ആ മാവിന്റെ ഏറ്റവും ടോപ്പിൽ എത്തണ്ടേ, അല്ലെങ്കിൽ തെങ്ങിന് വെള്ളം ഒഴിച്ച് വേരിലല്ല നമ്മൾ വെള്ളം ഒഴിക്കുക. അപ്പൊ അതിന്റെ ഇലകളിൽ അത് എത്തണം എന്നുണ്ടെങ്കിൽ ഈ അടിയിന്ന് ഈ വെള്ളത്തിന് എടുത്തിട്ട് ഏറ്റവും ടോപ്പിലോട്ട് കൊണ്ടുപോകാനുള്ള ആളുകളാണ് ഈ സൈലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായോ? സൈലം എന്താ അറിയോ ചെയ്യാ? സൈലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോർമലി ചെടികളിലുള്ള സ്ട്രക്ചേഴ്സ് ആണ്. ഇവരെന്ത് ചെയ്യാറിയോ? വേരിലുള്ള വെള്ളത്തെ ഏറ്റവും ടോപ്പിൽ എത്തിക്കാൻ സഹായിക്കുന്ന ആളുകളാണ് സൈലം. വെള്ളത്തിന് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സെൽസുകളെയാണ് സൈലം എന്ന് പറയുന്നത്. ഓക്കെ. ഫ്ലോയം എന്താ ചെയ്യുക? ഫ്ലോയം ഫുഡിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക. ഫോട്ടോസിന്തസിസ് എന്നുള്ള പ്രോസസ്സ് ലീവ്സുകളിലാണ് നടക്കുക. ലീവ്സിൽ ഫോട്ടോസിന്തസിസ് നടന്നതിന് ശേഷം ആ ഫുഡിനെ എല്ലായിടത്തേക്കും എത്തിക്കുക എന്നുള്ള പണിയാണ് ഫ്ലോയം ചെയ്യുന്നത്. Xylem will transport water at the same time phloem will transport food. Okay. അപ്പൊ ഈ രണ്ട് സാധനം ആർക്കില്ല? ബ്രയോഫൈറ്റുകൾക്കില്ല. കാരണം ബ്രയോഫൈറ്റ് അത്രയും കുഞ്ഞു സാധന. ഇവർക്ക് സൈലത്തിന്റെ ഫ്ലോയത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഈ സൈലത്തിന് ഫ്ലോയത്തിന് ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് വാസ്കുലാർ എന്ന്. ഓക്കെ, വാസ്കുലാർ ബണ്ടിൽസ് എന്നാ വിളിക്കുക. ഈ വാസ്കുലാർ ബണ്ടിൽസ് ആർക്കില്ല? ബ്രയോഫൈറ്റുകൾക്കില്ല. അത് കാരണം കൊണ്ട് നമുക്ക് അവരെ നോൺ വാസ്കുലാർ ബ്രയോഫൈറ്റ്സ് എന്ന് പറയും. നോൺ വാസ്കുലാർ. അപ്പോ നോൺ വാസ്കുലാർ ആണ്. നോൺ വാസ്കുലാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സൈലോ ഇല്ല, ഫ്ലോയോ ഇല്ല. ഓക്കെ. അപ്പൊ ബ്രയോഫൈറ്റുകൾക്ക് വലിയ രീതിയിൽ വെള്ളത്തിന് ട്രാൻസ്പോർട്ട് ചെയ്യൊന്നും വേണ്ട. അവര് വെള്ളത്തിൽ ജീവിക്കുന്ന, വെള്ളത്തിന്റെ പ്രസൻസിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ചെയ്യുന്ന ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ് സ്പീഷീസുകളാണ്. അവർക്ക് സൈലത്തിന്റെ ഫ്ലോയത്തിന്റെ ഒരു ആവശ്യമില്ല. ഓക്കെ. അത് കാരണം കൊണ്ട് ദേ ആർ നോൺ വാസ്കുലർ ബ്രയോഫൈറ്റ്സ് ആണെന്ന് പറയാം. ക്ലിയർ ആയോ മക്കളെ? യെസ്. ഓക്കെ. അപ്പൊ ഇത്രയും മതി. ഇനി കുറച്ചും കൂടി കണ്ടന്റ് കൂടിയൊരു സബ് സെക്ഷൻ ആണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ. എന്തായാലും ഇന്നത്തെ ക്ലാസ് ഞാൻ അപ്ലോഡ് ഒന്നുകൂടി ഞാൻ റെക്കോർഡ് ചെയ്ത വേർഷന് അപ്ലോഡ് ചെയ്യാം. ഓക്കെ. നിങ്ങൾക്ക് ക്ലാസ് ചില ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ശ്രദ്ധിക്കട്ടാ. അപ്പൊ കിങ്ഡം ഫംഗസ് വരെ നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കിങ്ഡം പ്ലാന്റ് ഞാൻ ഫിനിഷ് ചെയ്യും. ഓക്കെ ആണോ? ആർക്കെങ്കിലും സംശയം ഉണ്ടോ? നിർത്തട്ടെ?
മിസ്റ്റർ ഓക്കേടാ. എന്താ മോനെ, ഹലോ ഓക്കെ ആണോ? മിസ്റ്റർ ഡൗട്ട്. ഡൗട്ട് ചോദിച്ചോളൂ, ഡൗട്ട് ചോദിക്കും മോനെ. ഹലോ കേൾക്കാനില്ലല്ലോ. ഹലോ പറഞ്ഞോ. മിസ്റ്റർ സ്ലൈം മൂവ്സ് ഫംഗസിൽ വരണ? സ്ലൈം മോഡ്സ് ഫംഗസിലുള്ള, മിക്സോമൈസിസിലുള്ള. നീ അതിൽ സ്ലൈം മോഡ്സ് നീറ്റിന്റെ പഠിച്ചിട്ടുണ്ടാവില്ലല്ലേ? നീറ്റിന്റെ ടോപ്പിക്കിൽ നീ സ്ലൈം മോഡ്സിന് പഠിച്ചിട്ടുണ്ടാവില്ല അല്ലേ? അല്ല അല്ല അല്ല, ഇത് സ്ലൈം മോഡ്സ് പ്രൊട്ടിസ്റ്റയിൽ വരുമോ? സ്ലൈം മോഡ്സ് പ്രോട്ടിസ്റ്റയിലും വരുന്നുണ്ട്, ഫംഗസിലും വന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ. പ്രോട്ടിസ്റ്റയിൽ വന്നിട്ടുണ്ട്, ഫംഗസിലും വന്നിട്ടുണ്ട്. ഞാൻ രണ്ടിലും ഇട്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ. ശരിക്കും നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്ക് പ്രകാരം പ്രോട്ടിസ്റ്റുകളിലാണ് വന്നിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ NIOS ടെക്സ്റ്റ് ബുക്കിൽ അത് സ്ലൈം മോൾസ് ഫംഗസിന്റെ അണ്ടറിലാണ് വന്നിട്ടുള്ളത്. ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് പറയാം. ഓക്കെ. ശരിക്കും ഇപ്പത്തെ NIOSന്റെ ടെക്സ്റ്റ് ബുക്ക് പ്രകാരം സ്ലൈം മോൾസ് ഫംഗസ് വിഭാഗത്തിൽപ്പെട്ടതാ. പക്ഷെ അക്കോർഡിംഗ് ടു NCERT ടെക്സ്റ്റ് ബുക്ക് അത് പ്രോട്ടോട്ടിസ്റ്റയിൽ വരുന്നവരാ. ഓക്കെ. ഞാൻ ഏതാ ജെന്യുവിന് നോക്കിയിട്ട് കൺഫേം ചെയ്ത് തരാം ട്ടാ. നീറ്റിന്റെ കോച്ചിങ്ങിന് നമ്മള് പ്രോട്ടോസോവയിൽ വരുന്നാണ് പഠിപ്പിക്കുന്നത്. ഞാൻ ഇതൊന്ന് കൺഫേം ചെയ്തിട്ട് നിനക്ക് ഞാൻ പറഞ്ഞുതരാം. NIOS പ്രിപ്പയർ ചെയ്യുന്നവര് അത് സ്ലൈം മോൾഡ് ആണെന്ന് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. റിയാന്റെ കേസ് ഞാൻ പറഞ്ഞുതരാം ട്ടാ. റിയാൻ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നതല്ലേ, അത് ഞാനൊന്ന് കൺഫേം ചെയ്തിട്ട് പറഞ്ഞുതരാം നീ ഏതാ ഫോളോ ചെയ്യേണ്ടതെന്ന്. ഓക്കെ. ബാക്കിയുള്ളവർ അങ്ങനെ തന്നെ ഫോളോ ചെയ്താൽ മതി, കാരണം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് പ്രകാരം അതിൽ അങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഇത് ചെയ്താൽ മതി, ഫംഗസിൽ എടുത്താൽ മതി. NIOSന്റെ ഫംഗസിലാണ് കൊടുത്തിട്ടുള്ളത്. NIOSന്റെ ടെക്സ്റ്റ് ബുക്ക് ഫംഗസിലാണ് കൊടുത്തത്. പക്ഷെ ഞാൻ അത് ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് പറയാം റിയാൻ. ഓക്കെ, ഞാൻ ക്ലാരിഫൈ ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യാം. ഓക്കെ ഓക്കെടാ. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ, ഞാൻ നിനക്ക് ഇപ്പൊ പറഞ്ഞുതരാം, ഒരു 10 മിനിറ്റിൽ പറഞ്ഞുതരാം. ഓക്കെ. ശരി, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം ട്ടാ.